നമ്മുടെ ഭൂമിയിൽ ഒരുപാട് നിഗൂഢ സ്ഥലങ്ങളുണ്ട്. അതിലൊന്നാണ് അന്റാർട്ടിക്ക. അന്റാർട്ടിക്കയുടെ വളരെ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഇതുവരെ പര്യവേഷണങ്ങൾ നടത്തിയിട്ടുള്ളൂ. ഇന്ന് ഒരുപാട് കാര്യങ്ങൾ ഗവേഷണത്തിലൂടെ മനസ്സിലായിട്ടുണ്ട്. മഞ്ഞിനാലാണ് ഈ ഭൂഖണ്ഡം പൂർണ്ണമായും മൂടപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭൂമിയിലെ ഏറ്റവും തണുപ്പുള്ള പ്രദേശവും അന്റാർട്ടിക്കയാണ്. എന്നാൽ ഈ തണുപ്പിനേക്കാൾ ഉപരി നിരവധി കാര്യങ്ങൾ അന്റാർട്ടിക്കയിൽ മറഞ്ഞു കിടക്കുന്നുണ്ട്. അവ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഭൂമിയിലെ ഏറ്റവും വലിയ കാറ്റ് വീശുന്ന സ്ഥലം അന്റാർട്ടിക്കയാണ്. ഭൂഖണ്ഡത്തിന്റെ ആകൃതിയെ വരെ ആ കാറ്റ് വളരെയധികം സ്വാധീനിക്കുന്നു. 1972 ഫ്രഞ്ച് ബേസിൽ രേഖപ്പെടുത്തിയ ഏറ്റവും ഉയർന്ന കാറ്റിന്റെ വേഗത മണിക്കൂറിൽ 320 കിലോമീറ്റർ ആയിരുന്നു. ഒരു ട്രെയിനിന്റെ വേഗതയേക്കാൾ ഇരട്ടിയാണിത്. അന്റാർട്ടിക്കയിലെ മഞ്ഞുപാളികൾ നിലവിൽ ലോകത്തെ മൊത്തം ഐസിന്റെ 90%, ശുദ്ധജലത്തിന്റെ 70% ഉൾക്കൊള്ളുന്നു. ആ മഞ്ഞ് മുഴുവൻ ഉരുകിയാൽ ഭൂമിയുടെ സമുദ്രനിരപ്പ് 200 അടി ഉയർത്തുവാൻ ആവശ്യമായ വെള്ളം അവിടെ ഉണ്ടാകും. ഇന്നത്തെ അന്റാർട്ടിക്കയുടെ അവസ്ഥ ഇതാണെങ്കിലും എല്ലായ്പ്പോഴും യഥാർത്ഥത്തിൽ ഇങ്ങനെ ആയിരുന്നില്ല. 100 മില്യൺ വർഷത്തോളം അന്റാർട്ടിക്കയിൽ മഞ്ഞ് ഉണ്ടായിരുന്നില്ല. ഏകദേശം 34 മില്യൺ വർഷങ്ങൾക്ക് മുൻപാണ് കാലാവസ്ഥ ഈ ഒരു രീതിയിലേക്ക് മാറിയത്. ദിനോസറുകളുടെ വംശനാശത്തിന് കാരണമായ ഐസേജ് എന്ന പ്രതിഭാസമായിരുന്നു അന്റാർട്ടിക്കയെ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചത്. 50 മില്യൺ വർഷങ്ങൾക്ക് മുൻപ് അന്റാർട്ടിക്ക വനങ്ങളാലും ദിനോസറുകളുടെ ആവാസ കേന്ദ്രങ്ങളാലും മൂടപ്പെട്ടിരുന്നുവെന്ന് വെളിപ്പെടുത്തുന്ന ഫോസിലുകൾ ശാസ്ത്രജ്ഞന്മാർ കണ്ടെടുത്തിട്ടുണ്ട്. 1980 ആളുകൾ ആദ്യമായി കണ്ടെത്തിയപ്പോൾ ജനസംഖ്യയില്ലാത്ത ഒരേയൊരു ഭൂഖണ്ഡമായിരുന്നു അന്റാർട്ടിക്ക. ഭൂഖണ്ഡത്തിന് അവകാശവാദം ഉന്നയിക്കുവാൻ പല രാജ്യങ്ങളും ആ സമയത്ത് ശ്രമിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു അന്താരാഷ്ട്ര ഉടമ്പടി ആവശ്യമായിരുന്നു. അന്റാർട്ടിക്ക ഇപ്പോൾ നിയന്ത്രിക്കുന്നത് അന്റാർട്ടിക് ട്രീറ്റി സിസ്റ്റം എന്ന് അറിയപ്പെടുന്ന ഒരു അന്താരാഷ്ട്ര ഉടമ്പടി സംവിധാനമാണ്. അന്റാർട്ടിക്കയിലും സമീപത്തായും നിലയുറച്ച 12 രാജ്യങ്ങളിലെ ശാസ്ത്രജ്ഞന്മാർ 1959 ഈ ഉടമ്പടി ഒപ്പുവെച്ചു. അന്റാർട്ടിക്കയിൽ 2 സീസണുകൾ മാത്രമേയുള്ളൂ, വേനൽക്കാലവും ശൈത്യകാലവും. എന്നാൽ ഈ 2 സീസണുകൾക്കും ഒരു പ്രത്യേകതയുണ്ട്. വേനൽക്കാലത്ത് 6 മാസത്തെ പകലും ശൈത്യകാലത്ത് 6 മാസത്തെ ഇരുട്ടുമാണ് അവിടെ. ഭൂമിയുടെ അച്ചുതണ്ടിന്റെ ചരിവാണ് അവിടെ ഈ ഒരു പ്രതിഭാസം ഉണ്ടാക്കാൻ കാരണമാകുന്നത്. എല്ലാ വർഷവും ഉൽക്കാശിലകൾ ഭൂമിയിലുടനീളം വീഴുന്നുണ്ട്. അവയെല്ലാം ചെറിയ കല്ലുകളുടെ വലിപ്പം ഉള്ളതാണ്. 69,000-ലധികം ഉൽക്കാശിലകൾ ഇതുവരെ ഭൂമിയിൽ കണ്ടെത്തിയിട്ടുണ്ട്. അവയിൽ ഭൂരിഭാഗവും കണ്ടെത്തിയിട്ടുള്ളത് അന്റാർട്ടിക്കയിലാണ്. കേൾക്കുമ്പോൾ കുറച്ച് ദുരൂഹത തോന്നുമെങ്കിലും കാര്യം മറ്റൊന്നാണ്. ഭൂമിയിൽ എല്ലായിടത്തും ഈ ഉൽക്കാശിലകൾ വീഴുന്നുണ്ട്. അന്റാർട്ടിക്കയിൽ കൂടുതലായി ഒന്നും വീഴുന്നില്ല. എന്നാൽ അന്റാർട്ടിക്കയിൽ നിന്നാണ് നാം കൂടുതലും കണ്ടെത്തിയിട്ടുള്ളത്. കാരണം വരണ്ടതും തണുത്തതുമായിട്ടുള്ള അന്റാർട്ടിക് കാലാവസ്ഥ ഈ പാറകളെ സംരക്ഷിക്കാൻ സഹായിക്കുന്നു. മാത്രവുമല്ല, മറ്റു കല്ലുകൾ ഇല്ലാത്തതുകൊണ്ടും വെളുത്ത നിറത്തിലുള്ള നിലമായതുകൊണ്ടും ഉൽക്കാശിലകളെ എളുപ്പത്തിൽ കണ്ടെത്താൻ സഹായിക്കുന്നു.